ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രാർത്ഥന വെറുതെ കേട്ടു പോകേണ്ട ഒന്നല്ല. തുടർച്ചയായി 90 ദിവസങ്ങൾ ഒരു പ്രത്യേക നിയോഗം മനസ്സിൽ വെച്ച് ഈ പ്രാർത്ഥന ഭക്തിയോടെ ചൊല്ലി നോക്കൂ. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ദൈവം പുതിയ വഴികൾ തുറക്കുന്നതായി നിങ്ങൾ അനുഭവിച്ചറിയും. ബൈബിളിലെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ സോളമൻ രാജാവ് ദൈവത്തോട് ജ്ഞാനത്തിനായി സമർപ്പിച്ച ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ മനുഷ്യനെ രൂപപ്പെടുത്തി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും വിശുദ്ധിയിലും നീതിയിലും ലോകത്തെ ഭരിക്കാനും അവിടുന്ന് അവനെ നിയോഗിച്ചു. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും ആത്മജ്ഞാനിയുമാകുന്നു. അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ല. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുന്ന ജ്ഞാനം, ലോക സൃഷ്ടിയിൽ അങ്ങയോടുകൂടെ ഉണ്ടായിരുന്ന ജ്ഞാനം, അങ്ങയ്ക്ക് പ്രസാദകരമായ വഴികളിൽ എന്നെ നയിക്കണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊപ്പം വസിക്കട്ടെ, എൻ്റെ അധ്വാനങ്ങളിൽ എന്നെ നയിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന ജ്ഞാനം എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കട്ടെ. അവളുടെ മഹത്വത്താൽ എന്നെ പരിപാലിക്കണമേ. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്കു കഴിയും? മനുഷ്യരുടെ ആലോചനകൾ നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പലപ്പോഴും പരാജയപ്പെടാം. അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവരെ അവൾ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന മുഴുവനായി കേട്ടവർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള വിഷമങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കഴിയുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിലും പ്രത്യാശ കൊണ്ടുവരാം. എല്ലാവർക്കും ഈശോ മിശിഹായുടെ സ്നേഹവും കരുണയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും എപ്പോഴും കൂടെയുണ്ടാകട്ടെ. ആമേൻ.